ആദ്യമായി സ്വകാര്യ വിദേശ സർവകലാശാലകളും സാമൂഹ്യനീതിയുടെ ചോദ്യങ്ങളും എന്ന തരത്തിലൊരു ചർച്ച സംഘടിപ്പിച്ചതിന് ഫ്രാറ്റേണിറ്റിയുടെ അഭിനന്ദനം അറിയിക്കുകയും അതിൽ സംസാരിക്കുന്നതിന് വേണ്ടി എന്നെ വിളിച്ചതിന് നന്ദി പറയുകയും ചെയ്യുന്നു. പ്രധാനമായും ദേവിക ഇവിടെ പല പ്രധാനപ്പെട്ട പൊതു സർവകലാശാലകളുടെ പബ്ലിക് സെക്ടറിലുള്ള സർവകലാശാലകളുടെ ചരിത്രത്തിലും അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചും വളരെ വിശദമായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് കാര്യമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ സ്വകാര്യ സർവകലാശാല ഞാൻ പഠിപ്പിക്കുന്നത് ബാംഗ്ലൂരിലെ അസീം പ്രേംജി ഫൗണ്ടേഷൻ നടത്തുന്ന അസീം പ്രേംജി യൂണിവേഴ്സിറ്റിയിലാണ്. അതൊരു സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അവിടെ ഞാൻ കഴിഞ്ഞ 8 വർഷമായി പഠിപ്പിച്ചതിൻ്റെ അനുഭവത്തിലുള്ള ചില കാര്യങ്ങൾ, മറ്റ് സ്വകാര്യ സർവകലാശാലകളെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ തുടങ്ങേണ്ട എന്താവശ്യമാണ് ഉള്ളത് എന്ന് ആർക്കും ഇതുവരെ ബോധ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയിൽ ഇതിനകം തന്നെ 430 സർവകലാശാലകളുണ്ട്. ഇന്ത്യയിൽ 430 സ്വകാര്യ സർവകലാശാലകളുണ്ട്. 2021 2022 UGC ലിസ്റ്റ് അനുസരിച്ച് 430 പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതിനു പുറമെ 136 ഡീം ടു ബി എന്ന് പറയുന്ന പുതിയ തരം ക്വാളിഫിക്കേഷൻ, യൂണിവേഴ്സിറ്റി ആകാൻ ആഗ്രഹിക്കുന്ന എന്ന വിഭാഗത്തിൽപ്പെട്ട ഡീം ടു ബി യൂണിവേഴ്സിറ്റികൾ 136 വേറെയുണ്ട്. അത് കേരളത്തിൽ അതിൽ 2-3 ഒറ്റേ ഉള്ളൂ. അങ്ങനത്തെ പ്രൈവറ്റ് സർവകലാശാലകളില്ല. 3-2 ഡീം ടു ബി, കലാമണ്ഡലം ഉൾപ്പെടെയുള്ള ഡീം ടു ബി യൂണിവേഴ്സിറ്റികളുണ്ട്. പക്ഷേ ഇവിടെ സൂചിപ്പിച്ച സ്വകാര്യ പ്രൈവറ്റ് ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്ന പ്രശ്നങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പോലും ഈ സ്വകാര്യ സർവകലാശാലകൾ ഒരു പരിഹാരമാകില്ല എന്നുള്ളത് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാതെ തന്നെ അറിയാം. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിലെ തുടക്കം മുതൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസിന് വളരെ കുറച്ചു പേർക്ക് മാത്രം, സമൂഹത്തിലെ ഏറ്റവും ഉന്നതരായവർക്ക് വേണ്ടി മാത്രം നീക്കി വയ്ക്കുന്ന സമ്പ്രദായമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യകാലം മുതൽ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യത്തെ വിദ്യാഭ്യാസ നയം മുതൽ ഉണ്ടായിട്ടുള്ളത്. വിദ്യാഭ്യാസ രംഗത്തിന് വേണ്ടി ബഡ്ജറ്റിൽ നീക്കിവെക്കുന്ന തുക എല്ലാ കൊല്ലവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ, ഇതിനു മുമ്പത്തെ ബഡ്ജറ്റിൽ അത് ഏതാണ്ട് 2.93% ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് 2.4%. അപ്പോൾ അത് പൊതുവിദ്യാഭ്യാസത്തിന് വേണ്ടി നീക്കിവെക്കുന്ന തുക കാര്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയും ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ സാഹചര്യത്തിൽ, NEP എന്നുള്ള ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ സാഹചര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മുതൽ മുടക്കുന്നതിന് പ്രൈവറ്റ് ആളുകളെ കൊണ്ടുവരാനുള്ള നയത്തിൻ്റെ ഭാഗമായി കൂടുതൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ തുടങ്ങാനുള്ള പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ രൂപീകരിക്കുന്നത്. ആ നയത്തെ എതിർക്കുന്നു എന്ന് പറയുന്ന സംഘടനകളും രാഷ്ട്രീയക്കാരും ഉള്ള സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള പൊതു നയത്തിൽ നിന്ന് യാതൊന്നും വ്യത്യാസമായിട്ടല്ല സമീപനങ്ങൾ വരുന്നത് എന്നതാണ് ഇപ്പോൾ കേരളത്തിലെ ഈ ഗവൺമെൻറ്റിൻ്റെ സ്വകാര്യ സർവകലാശാല കൊണ്ടുവരും എന്ന ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സ്വകാര്യ സർവകലാശാല കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ സ്വകാര്യം പൊതു എന്നുള്ള ഈ വിഭജനം മറ്റ് സ്ഥലങ്ങളിൽ എന്ന പോലെ തന്നെ അത്ര അതേ അർത്ഥത്തിലെടുക്കാൻ സാധിക്കില്ല. ഇവിടെ അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം പൊതുവിദ്യാഭ്യാസ രംഗത്ത് തന്നെ സ്വകാര്യ മേഖലയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെയധികം ഉണ്ട്. സ്കൂളിലായാലും കോളേജിലായാലും. അത് അന്ന് 1957 ഗവൺമെൻറ് തുടങ്ങി വെച്ച ഒരു പരിപാടിയുടെ ഭാഗമാണ്. അതിന് നിരവധിയായ ഗുണവശങ്ങളുണ്ട്. പക്ഷെ അതിന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിദ്യാഭ്യാസ രംഗത്തുള്ള കറപ്ഷൻ, അഴിമതി നടക്കുന്ന മേഖലയായി മാറ്റിയതാണ് സ്വകാര്യ കോളേജുകളും. അവിടുത്തെ സ്വകാര്യ കോളേജുകളിൽ അധ്യാപകരെ യാതൊരു മാനദണ്ഡവുമില്ലാതെ നിയമിക്കാൻ മാനേജ്മെൻറ്റിനുള്ള അധികാരവും. അത് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് മുതൽ നടക്കുന്ന കാര്യമാണ്. അത് വളരെ വ്യക്തമായി ഇന്നത്തെ കാലത്ത് 80 ലക്ഷം രൂപ, 1 കോടി രൂപ എന്നൊക്കെ പറയുന്ന നമ്പറുകളാണ് കേൾക്കുന്നത് അധ്യാപകനാവാൻ. അപ്പോൾ അത്തരമൊരു
സ്വകാര്യ മാനേജ്മെന്റുകളുടെ നിയന്ത്രണത്തിലുള്ള ഒരു വിദ്യാഭ്യാസം കൂടിയാണ് പൊതുമേഖല ഇവിടുത്തെ വിദ്യാഭ്യാസം. പക്ഷെ അതേസമയം അത് ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന് കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ള കാര്യവും നമുക്ക് മറക്കാൻ സാധിക്കില്ല. അതൊരു വശത്തുള്ളപ്പോൾ തന്നെ ക്വാളിറ്റിയെക്കുറിച്ച്, ഗുണനിലവാരത്തെക്കുറിച്ചുള്ള യാതൊരു ചർച്ചകളും അത്തരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. രണ്ടാമതായി നേരത്തെ ദേവി സൂചിപ്പിച്ച കാര്യം തന്നെ, സ്വാശ്രയ കോളേജുകൾ എന്ന് പറയുന്ന AK ആന്റണിയുടെ ഗവൺമെന്റ് അപേക്ഷിച്ച മുഴുവൻ പേർക്കും കോളേജ് അനുവദിക്കുക എന്ന തരത്തിൽ അതിനു മുമ്പുള്ള കരുണാകരൻ ഗവൺമെന്റ് കൊണ്ടുവന്നതാണെങ്കിലും അന്ന് SFIക്കാർ സമരം ചെയ്ത് തൽക്കാലം മാറ്റിവെച്ച ആന്റണിയുടെ സമയത്ത് അപേക്ഷിച്ച മുഴുവൻ പേർക്കും സ്വാശ്രയ കോളേജുകൾ ആരംഭിക്കാനുള്ള അനുവാദം. അത് ആ സ്വാശ്രയ കോളേജുകളിൽ പഠിക്കുന്നവർക്ക് ഈ യൂണിവേഴ്സിറ്റികളാണ്, പബ്ലിക് യൂണിവേഴ്സിറ്റികളാണ് ഡിഗ്രി നൽകുന്നത്. അപ്പോൾ അതിനെ മോണിറ്റർ ചെയ്യാവുന്ന സംവിധാനം യാതൊന്നുമില്ല എന്നുള്ളത് നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ 3 സ്ഥലങ്ങളിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ഡൽഹിയിൽ കുറച്ച് നേരം വർക്ക് ചെയ്ത് തിരിച്ചിവിടെ സ്വാശ്രയ കോളേജുകൾ തുടങ്ങിയപ്പോൾ ഞാനൊരു 3 സ്ഥലത്ത് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു. അത് എൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്ന ആൾ പറഞ്ഞിട്ട് ഞാൻ പോയതാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒരു കമ്മിറ്റി ഉണ്ട്, സ്പെഷ്യലിസ്റ്റ് കമ്മിറ്റി ഉണ്ട്. അവർ പേര് വിവരവും സുഖവിവരവും വീട്ടിലെ കാര്യങ്ങളും ചോദിക്കുക എന്നല്ലാതെ ഒരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻ പോലും ചോദിക്കണം എന്നുള്ള എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രിറ്റൻഷൻ, അഭിനയം പോലും ഇല്ലാതെ എത്ര രൂപ തരാൻ പറ്റും, സംഭാവന ചെയ്യാൻ പറ്റുമെന്ന് പരസ്യമായി ചോദിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് സ്വാശ്രയ കോളേജുകളുടെ വരവോടുകൂടി വിദ്യാഭ്യാസം മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അതിലേക്കാണ് ഇനി ഒരു വിദേശ സ്വകാര്യ സർവകലാശാലയും കൊണ്ടുവരണോ എന്നുള്ള ആലോചന നടക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഇവിടുത്തെ സ്വകാര്യ സർവകലാശാലകൾ, ആൾറെഡി നിലനിൽക്കുന്ന സ്വകാര്യ സർവകലാശാലകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പരിശോധിക്കേണ്ടതാണ്. ഞാൻ പഠിപ്പിക്കുന്ന സർവകലാശാല അസീം പ്രേംജി യൂണിവേഴ്സിറ്റി രൂപീകരിച്ചിട്ടുള്ളത്, അസീം പ്രേംജി ഫൗണ്ടേഷൻ ആണ് ആ സർവകലാശാല രൂപീകരിച്ചിട്ടുള്ളത്. കർണാടക സ്റ്റേറ്റിന്റെ അസംബ്ലിയിൽ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയായ അസീം പ്രേംജി യൂണിവേഴ്സിറ്റി ബില്ല് ആക്ട് മാറ്റിയിട്ട് അസംബ്ലി കൊണ്ടുവന്ന ആക്ട് പ്രകാരം ഉള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അങ്ങനത്തെ 430 യൂണിവേഴ്സിറ്റി ഉണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ. അസീം പ്രേംജി യൂണിവേഴ്സിറ്റി ഒരു തരത്തിൽ എക്സെപ്ഷനാണ്, അതേസമയം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെ പോലെ തന്നെയാണ്. എക്സെപ്ഷൻ എന്താണെന്നാണെങ്കിൽ അസീം പ്രേംജി യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനും അതിൻ്റെ ഫൗണ്ടേഷനിൽ ചെയർമാനുമായിട്ടുള്ള അസീം പ്രേംജിയെ സംബന്ധിച്ചിടത്തോളം മൂപ്പര് എഡ്യൂക്കേഷൻ മേഖലയിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പൈസ ഒരു തരത്തിൽ കെട്ടുപാടില്ലാതെ പൈസ ഫൗണ്ടേഷന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അസീം പ്രേംജി യൂണിവേഴ്സിറ്റിയുടെ ചെലവുകൾ നോക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികളിൽ നിന്നുമുള്ള വരുമാനം എന്നുള്ളത് ഏതാണ്ട് 20% മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. 30 കോടി രൂപ ഒരു കൊല്ലം ഒരു 30 കോടി രൂപ ഫീസായി ലഭിക്കുകയാണെങ്കിൽ ഏതാണ്ട് 150 കോടി രൂപ യൂണിവേഴ്സിറ്റി ചെലവാക്കുന്നുണ്ട്. അതങ്ങനെ തന്നെ തുടരാനാണ് യൂണിവേഴ്സിറ്റി ഫൗണ്ടേഷൻ്റെ തീരുമാനം. അവിടെ എന്താണെങ്കിൽ എല്ലാ കൊല്ലവും 100 കണക്കിന് കോടി രൂപ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കാം എന്ന ഒരു കോടീശ്വരന് തോന്നി എന്നുള്ളത്, അത് ഒരു എന്താ പറയുക, യാദൃച്ഛികമായൊരു ആൾ അങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ അതൊരു പോളിസി ഇതായിട്ട് നമുക്ക് അനുകരിക്കാവുന്ന മാതൃകയൊന്നുമല്ല. ഒരു ആൾക്ക് അങ്ങനെ തോന്നിപ്പോയി, അതുകൊണ്ട് ഇത് സംഭവിച്ചു, അത്രേ ഉള്ളൂ. മൂപ്പര് സ്വതന്ത്രമായിട്ട് അക്കാഡമിക്സ് മൂപ്പര് ചുറ്റുമുള്ള വിദ്യാഭ്യാസ വിചക്ഷണർ മൂപ്പർക്ക് ഉപദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മൂപ്പർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു സർവകലാശാല 40% കുട്ടികൾ പരിപൂർണമായും സൗജന്യമായിട്ടാണ് അസീം പ്രേംജി യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നത്. മറ്റ് പ്രൈവറ്റ് സർവകലാശാലകൾ അശോക യൂണിവേഴ്സിറ്റി, ക്രിയ, അങ്ങനത്തെ ജിൻഡാൽ പോലത്തെ യൂണിവേഴ്സിറ്റികളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഫീസ് കുറവുമാണ്. പക്ഷേ അത് അനുകരിക്കാവുന്ന ഒരു മാതൃകയല്ല. അത്തരം അസീം പ്രേംജി യൂണിവേഴ്സിറ്റി എന്നുള്ള നിലയ്ക്ക് അതൊരു നല്ല സ്ഥലമാണ് എന്നുള്ള, കമ്പാരിറ്റീവ്ലി ഭേദപ്പെട്ട സ്ഥലമാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ടെങ്കിലും അതൊരു അനുകരിക്കാവുന്ന മോഡലാണ് എന്നുള്ള തരത്തിലെടുക്കാൻ സാധ്യമല്ല. കാരണം മറ്റൊരു അസീം പ്രേംജി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനത്തെ ഒരു സാധ്യതയുള്ളൂ. അശോക യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുത്താൽ നമുക്കറിയാതെ അശോക യൂണിവേഴ്സിറ്റിയും വിദ്യാഭ്യാസത്തിൽ താല്പര്യത്തിൽ അതിൽ പൈസ നിക്ഷേപിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ പേർ ചേർന്ന് പൈസ നിക്ഷേപിച്ച് സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഞാൻ ഇപ്പോൾ രാവിലെ നോക്കിയപ്പോൾ ഒരു വർഷം നിങ്ങൾ BA പഠിക്കുന്നതിൻ്റെ ആദ്യത്തെ വർഷം ഓരോ വർഷവും നിങ്ങൾ അടയ്ക്കേണ്ട തുക 12 ലക്ഷം രൂപയാണ് ഫീസ്.
താമസവും ഉൾപ്പെടെയുള്ളതിന് 12 ലക്ഷം രൂപയാണ് ഒരു കൊല്ലത്തെ ഫീസ്. അപ്പോൾ ഒരു 50 ലക്ഷം രൂപ നിങ്ങൾ BA 4 വർഷം, ഇപ്പം 4 വർഷത്തെ BA ആണ്, 50 ലക്ഷം രൂപ ചിലവാക്കിയാലാണ് നിങ്ങൾക്ക് BA പഠിക്കാൻ സാധിക്കുക. അതെന്നുള്ള അവരുടെ അവകാശവാദം തന്നെ അമേരിക്കയിലെ ഐവി ലീഗ് വിദ്യാഭ്യാസം അതിനേക്കാൾ ചെലവ് കുറഞ്ഞ് ഇന്ത്യയിൽ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് തന്നെ ഇന്ത്യയിലെ ഏറ്റവും അമേരിക്കയിലേക്ക് പോകാൻ സാധിക്കാത്ത, എന്നാൽ 50 ലക്ഷം ഒന്നും വലിയ പ്രശ്നമല്ലാത്ത ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു സർവകലാശാലയാണ് അത്. ജിൻഡാൽ എന്ന് പറയുന്ന സർവകലാശാലയിൽ ഏതാണ്ട് 10 ലക്ഷമാണ് ഫീസ്. ക്രിയ സർവകലാശാലയിൽ 9 ലക്ഷമാണ് ഫീസ് ഏതാണ്ട്. അസീം പ്രേംജിയിൽ 3 ലക്ഷമുണ്ട് ഫീസ്. ഞാൻ പറയുന്നത് അപ്പോൾ അത്തരം ഒരു ഇതിൻ്റെ ലക്ഷ്യം തന്നെ അവിടുത്തെ നല്ല അധ്യാപകരുണ്ടായിരിക്കാം, വിദ്യാഭ്യാസത്തിൽ താല്പര്യമുള്ളവരുണ്ടായിരിക്കാം, പക്ഷെ ഇത് ആൾറെഡി തന്നെ എല്ലാവിധ സാമൂഹിക എന്തിനു വേണ്ടിയാണോ വിദ്യാഭ്യാസം എന്നുള്ള ഐഡിയയും അതിൻ്റെ ഭാഗമായി യൂണിവേഴ്സിറ്റി എന്നുള്ള ഐഡിയ രൂപപ്പെട്ടത് അതിനെതിരായിട്ടുള്ളൊരു ഫണ്ടമെൻ്റലി അതിനെതിരായിട്ടുള്ള തരത്തിലാണ് ബൈ സ്ട്രക്ചറലി ബൈ എന്താ പറയുക അതിൻ്റെ ഫോർമേഷൻ തന്നെ അങ്ങനെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതൊരു പ്രശ്നം. കേരളത്തെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ മറ്റു പല ദേവികയുടെ ആൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മുടെ സർവകലാശാലകളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ കാര്യക്ഷമമായ ചർച്ച നടക്കാൻ സാധിക്കാത്തത്? കാരണം ഏത് ചർച്ചയും, ഈ കേരളത്തിലെ ഏത് ചർച്ചയും ഒന്നാമതായി കക്ഷി രാഷ്ട്രീയത്തിനനുസരിച്ചേ പറ്റുള്ളൂ. കോൺഗ്രസ് ഒരു നിലപാടെടുക്കുന്നു, CPM ഒരു നിലപാടെടുക്കുന്നു, മുസ്ലിം ലീഗ് ഒരു നിലപാടെടുക്കുന്നു, അങ്ങനത്തെ അല്ലാതെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയും വിദ്യാഭ്യാസത്തെക്കുറിച്ചല്ല. ഇപ്പോൾ ഇവിടെ വയനാട്ടിലെ ഈ വിദ്യാർത്ഥിയുടെ മരണത്തെക്കുറിച്ചുള്ള ചർച്ച നിങ്ങൾ നോക്കിയാൽ മതി. അത് എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുള്ള പ്രശ്നം എന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ രാഷ്ട്രീയപരമായ കാര്യങ്ങളാണ് ചർച്ചയുള്ളൂ. രാഷ്ട്രീയമാണ് പ്രശ്നം. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് മെമ്പറായിരുന്നു ഒരു കാലത്ത് ഞാൻ പഠിക്കുന്ന സമയത്ത്. അവിടുത്തെ ഒരു തരം സെനറ്റും ബോർഡ് ഓഫ് സ്റ്റഡീസിൽ, ഒരു എഞ്ചിനീയറിംഗിൻ്റെ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ നോമിനേറ്റ് ചെയ്ത അംഗമായിരുന്നു ഞാൻ. ബോർഡ് ഓഫ് സ്റ്റഡീസിൽ പോലും സിലബസുകൾ തീരുമാനിക്കുന്ന കാര്യത്തിലായാലും ശരി, നേരത്തെ ഞാൻ സ്വാശ്രയ കോളേജിൻ്റെ ഇൻ്റർവ്യൂ പറഞ്ഞ മാതിരി നമ്മുടെ ആരാണ് ടെക്സ്റ്റ് ബുക്ക് എഴുതിയിട്ടുള്ളത് പ്രാവശ്യം, ആ ടെക്സ്റ്റ് ബുക്ക് ഉൾപ്പെടുത്താം. ഇതാണ് ചർച്ച ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ള ഇതാണ്. സെനറ്റിലാണെങ്കിൽ ആരാണ് പ്രതിപക്ഷത്തിരിക്കുന്നത് അവർ സെനറ്റിൽ എല്ലാ നിയമവും ബ്ലോക്ക് ചെയ്യുക. ആകെ പാസ്സാകുന്ന നിയമം അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പളത്തെക്കുറിച്ചുള്ള നിയമമാണ്. അപ്പോൾ ഇപ്പം NEP യാതൊരു ചർച്ചയും വലിയതൊന്നുമില്ലാതെ NEP 4 വർഷ വിദ്യാഭ്യാസത്തിൽ നടപ്പാക്കുന്നതാണ്. NEPയുടെ ഭാഗമായി 4 വർഷ ഡിഗ്രി കോഴ്സ് നടപ്പാക്കുന്നതാണ് ഇപ്പോൾ പറയുന്നത്. അതിൻ്റെ ഒരു ക്യാമ്പിൽ പങ്കെടുത്ത ഒരു അധ്യാപകനെ ഞാൻ കണ്ടിരുന്നു. ഈ മീഡിയ സ്റ്റഡീസിൻ്റെ ക്യാമ്പിൽ പങ്കെടുത്ത, മീഡിയ സ്റ്റഡീസ് 4 വർഷ ഡിഗ്രി തുടങ്ങുന്നതിൻ്റെ ക്യാമ്പിൽ പങ്കെടുത്ത, അത് 3 ദിവസം നീണ്ടുന്ന ക്യാമ്പാണ്. എങ്ങനെയാണ് ഈ 4 വർഷത്തെ കോഴ്സ് സ്ട്രക്ചർ ചെയ്യേണ്ടതെന്നുള്ളത്. അതിൽ 1.5 ദിവസം ചർച്ച ചെയ്യുന്നത് എത്ര അധ്യാപക ഒഴിവ് ഇതുമൂലം ഉണ്ടാകും, നമുക്ക് കൂടുതൽ എത്ര പോസ്റ്റ് ഡിമാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചർച്ച. അപ്പോൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഈ ചർച്ചയിലേക്ക് ദിശ മാറ്റുക എന്നല്ലാതെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് യാതൊരു പരിഹാരവും കാണാൻ നമുക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വകാര്യ സർവകലാശാലകൾ വരും എന്നുള്ളത് ഉറപ്പാണ്. അത് കാരണം 430 ആൾറെഡി ഉണ്ടായി, അത് വരും തന്നെ തോന്നുന്നു. വരികയാണെങ്കിൽ അതിലും സർക്കാരിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല ശരിക്കും. ഇപ്പം അസീം പ്രേംജി സർവകലാശാലയുടെ നിയമത്തിൽ, കർണാടക ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമത്തിൽ ശക്തമായ നിയന്ത്രണങ്ങളുണ്ട്. UGC തീരുമാനിക്കുന്ന, UGC അപ്രൂവ് ചെയ്ത ഡിഗ്രികൾ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള ഡിഗ്രി കൊടുക്കാൻ പറ്റില്ല. ആ ഡിഗ്രിക്ക് ക്വാളിഫിക്കേഷനുള്ള ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ ഉണ്ട്. അതേസമയം അപ്പോയിൻമെൻറ്റിനും അക്കാഡമിക കാര്യങ്ങൾ, കോഴ്സുകൾ തീരുമാനിക്കുന്നതിന് സ്വയം സ്വാതന്ത്ര്യമുണ്ട്. ആ തരത്തിൽ ഇതിപ്പോൾ 40% കുട്ടികൾ സൗജന്യമായി പഠിക്കണമെന്ന നിയമം അതിലില്ല. അത് അസീം പ്രേംജി തീരുമാനിച്ചതുകൊണ്ട്, ഫണ്ട് കൊടുക്കുന്നത് കൊണ്ട് അങ്ങനെ നടക്കുന്നേ ഉള്ളൂ. ഏത് സമയം വേണമെങ്കിൽ അത് വേണ്ടാമെന്നും തീരുമാനിക്കാം, എല്ലാവരെയൊന്നും ഫീസ് മേടിക്കാമെന്നും തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. നിയമപരമായി അതിന് യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ, ഇനി സ്വകാര്യ സർവകലാശാല കൊണ്ടുവരികയാണെങ്കിൽ തന്നെ അതിന് മുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഇത്തരം നിയമങ്ങളുടെ ഇത് കാണിക്കുന്നത്. അതേസമയം ആലോചിക്കണം, 430 സർവകലാശാല തുടങ്ങിയപ്പോൾ ഏതാണ്ട് 73 സർവകലാശാല 2005 അതിൻ്റെ നിയമം കൊണ്ടുവന്നത്. 2005 മുതൽ 2022 വരെ 73 സർവകലാശാലകളെ UGC
എന്താ പറയുക, ഇത് ക്യാൻസൽ ചെയ്തു അവരുടെ അംഗീകാരം. 73 സർവകലാശാലകളുടെ അംഗീകാരം, പലതും എഞ്ചിനീയറിംഗ് മെഡിക്കൽ രംഗത്തുള്ളതാണ്. കാരണം അവരൊന്നും യാതൊരു വിധത്തിലുള്ള ഇതിൻ്റെ നിയന്ത്രണങ്ങൾക്കും വിധേയമായി പ്രവർത്തിക്കുന്നതല്ല. അപ്പോൾ സ്വകാര്യ മേഖല എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഏത് മേഖലയിലായാലും ആ മേഖലയിൽ സാമൂഹ്യ എന്തിനാണ് വിദ്യാഭ്യാസം എന്നുള്ള ചോദ്യം നമുക്ക് ചോദിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നെഹ്റുവിൻ്റെ കാലം മുതൽ തന്നെ അവർക്ക് കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു. IIT-കൾ, IIM-കൾ, സെൻട്രൽ JNU പോലെയുള്ള എലീറ്റ് സെൻറ്ററുകൾ അങ്ങനത്തെ സ്ഥാപിക്കുക എന്നുള്ളത്. നെഹ്റുവിൻ്റെ കാലത്ത് പോലും പബ്ലിക് വിദ്യാഭ്യാസ, പൊതുവിദ്യാഭ്യാസ, സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് മുതൽ മുടക്ക് വളരെ കുറവായിരുന്നു. അതിൻ്റെ തുടർഫലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അമേരിക്കയിൽ ഡെവലപ്മെൻറ്റിൻ്റെ എന്താ പറയുക, റേസിസ്റ്റ് ആയിട്ടുള്ള തരത്തിലുള്ള പോളിസികളെ കുറിച്ച് സൂചിപ്പിക്കുന്നതിനെ പറ്റി പറയുന്ന വൈറ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രയോഗം ഉണ്ട്. അതായത് വെള്ളക്കാരുടെ ഒഴിഞ്ഞുപോക്ക്. സാധാരണ പാവപ്പെട്ടവരും എല്ലാവരും ഒഴിഞ്ഞു പോകുന്നത്, മൈഗ്രേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അമേരിക്കയിൽ സംഭവിച്ച വെള്ളക്കാരുടെ ഒരു മൈഗ്രേഷൻ ഉണ്ട് 1950-കളിൽ. അതെന്താണ്? സിവിൽ റൈറ്റ് സമരങ്ങൾക്ക് ശേഷം കറുത്ത വർഗ്ഗക്കാർ ധാരാളമായി പബ്ലിക് ജോലികളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പ്രവേശിക്കാൻ തുടങ്ങുന്നതോടുകൂടി നഗരത്തിലല്ല, സാധാരണ നഗരപ്രാന്തങ്ങളിലാണ് പാവപ്പെട്ട ആളുകൾ താമസിക്കുന്നത്. ഈ നഗരപ്രാന്തങ്ങളിൽ നിന്നും നഗരങ്ങളും തിരക്കുള്ള സ്ഥലങ്ങളും ഇതായി മാറിക്കഴിഞ്ഞപ്പോഴേക്കും, അപ്പോൾ നഗരത്തിൻ്റെ സെൻറ്ററിൽ നിന്നും ഈ വെള്ളക്കാരായ ആളുകൾ മുഴുവൻ നഗരത്തിൻ്റെ പ്രാന്തങ്ങളിലേക്ക് മാറുകയും നഗരത്തിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിലേക്ക് മാറുകയും അവിടേക്ക് മൂവ് ചെയ്യുന്നതിനാണ് വൈറ്റ് ഫ്ലൈറ്റ് എന്ന് ആദ്യം വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഉണ്ടായിരുന്ന പാവപ്പെട്ട ഹൗസിംഗ് കോളനികൾ മാതിരത്തെ സ്ഥലങ്ങളൊക്കെ ഇടിച്ചു നിരത്തി അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ മുഴുവൻ സബർബൻ എന്താ പറയുക, നഗരത്തിന് പുറത്തുള്ള വിശാലമായ നഗര കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന സമ്പ്രദായം ഉണ്ടായി. ഇന്ത്യയിൽ അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഇവിടുത്തെ എലീറ്റ് ആളുകൾ, ദേവിക സൂചിപ്പിച്ചതുപോലെ എലീറ്റ് ആളുകൾ ഇവിടുത്തെ ഏറ്റവും IIT, IIM അല്ലെങ്കിൽ JNU പോലത്തെ ചുരുക്കം വരുന്ന സ്ഥലങ്ങളിൽ ആണ് അവരുടെ ആഗ്രഹ സ്ഥലങ്ങളായിരുന്നെങ്കിൽ അവിടെ OBC റിസർവേഷനും മറ്റൊക്കെ വന്ന് ഇതാവുന്നതോടുകൂടി അവർ വിദേശത്തേക്ക്, ഇപ്പോൾ ഇവിടുത്തെ ഇത് ഏറ്റവും എലീറ്റ് മാത്രമല്ല എന്ന് തോന്നുന്നു. കാരണം ഈ കഴിഞ്ഞ കൊല്ലം എൻ്റെ ഒരു നീസ് ഇപ്പം UK പോയി പഠിക്കുന്നുണ്ട്. ഒരു ഏജൻസി ഉണ്ട്, എന്തോ ഒരു ഏജൻസി, ഞാൻ മറന്നു. എറണാകുളത്ത് വെച്ച് അവരൊരു ഇതുണ്ടായിരുന്നു, ഇത് റിക്രൂട്ട് ചെയ്യുന്ന, വിദേശത്ത് പഠിക്കാൻ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ട്. ആ ഏജൻസിയുടെ ഒരു വാർഷിക സമ്മേളനം എറണാകുളം മറ്റേ ഗ്രൗണ്ടിലെ ഫുട്ബോൾ ഗ്രൗണ്ട് അവിടെ വെച്ച് നടന്നു. അതിൽ അവർ ഈ കൊല്ലം, ഈ ഒറ്റ കൊല്ലം 1,12,000 കുട്ടികളെ USA, കാനഡ, UK ഈ 3 രാജ്യങ്ങളിലേക്ക് മാത്രമേ അവർ ഇതാക്കുന്നുള്ളൂ. 1,12,000 കുട്ടികളെ പോയിരിക്കുന്നു. വളരെ വർദ്ധിച്ചിട്ടുണ്ട്. കാരണം അവര് നാടകക്കാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് വരുമാനം കുറവായിരിക്കും. ഈ പറഞ്ഞ പോലെ വിലയിടിയുന്ന തരത്തിലുള്ള പൈസ വരുമാനമായിരിക്കും അവരുടെ കയ്യിൽ ഇത്തരത്തിലുള്ള സ്വത്തുക്കളുണ്ട്. ആ സ്വത്തുക്കൾ വിറ്റും കടമെടുത്താണ് ഈ പറയുന്ന. ഇപ്പൊ ഹോപ്പ് എന്താന്ന് വെച്ചാല് നഴ്സിംഗോ ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു കോഴ്സോ വിദേശ സർവകലാശാലകൾ പഠിക്കുക, അവിടെ തന്നെ ജോലി കയറുക. പലരും അവിടെ എന്നിട്ട് അവസാനിക്കുന്നത് റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്തും എന്തെങ്കിലും തരത്തിലുള്ള ജോലി ചെയ്തുമാണ് അത് അവസാനിക്കുന്നത്. പലതും അവിടെ പോയി കഴിഞ്ഞിട്ട് ഡാറ്റാ സയൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ എന്തെങ്കിലും ടെക്നിക്കൽ കോഴ്സ്, മെഡിക്കൽ ടെക്നോളജി ഇങ്ങനത്തെയൊക്കെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്രയധികം ആൾക്കാർക്ക് അവിടെയും ജോലി സാധ്യതയൊന്നുമില്ല. ഇവരുടെ യോഗ്യതയുള്ള കോഴ്സുകളല്ല പലതും, വളരെ ക്വാളിറ്റിയുള്ള കോഴ്സുകളല്ല അവിടെയും പലതും അങ്ങനത്തതാണ്. പക്ഷെ എന്താണെങ്കിൽ അതിന് പകരമായിട്ട് കേരളത്തിൽ നിന്ന് ആളുകൾ പോവാതിരിക്കുക എന്നുള്ള തരത്തിലല്ല ഞാൻ പറയുന്നത്.
നമ്മളിവിടെ പഠിക്കുന്ന ആളുകൾക്ക് ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നൽകാൻ എന്താണ് ക്വാളിറ്റി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയെങ്കിലും ആദ്യം നടക്കണ്ടേ. അത്തരത്തിലുള്ളൊരു ചർച്ച ഏതെങ്കിലും കുറച്ച് അതിൽ താല്പര്യമുള്ള 10 ആളുടെ ഇൻട്രസ്റ്റ് ആണെന്നും രാഷ്ട്രീയ കക്ഷികൾ എത്ര നമ്മളിവിടെ പല ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ പേപ്പർ കഴിഞ്ഞ 2 കൊല്ലത്തെ 3 കൊല്ലത്തെ പത്രം എടുത്ത് നോക്കിയാൽ യൂണിവേഴ്സിറ്റികളെ കുറിച്ചുള്ള വാർത്തകൾ ഞാൻ വെറുതെ ഗൂഗിളിലൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കി കേരള എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റീസ് എല്ലാ ന്യൂസും അധ്യാപക നിയമനത്തെക്കുറിച്ചാണ്. ആ നിയമം കേസ് കൊടുക്കുന്നു, സുപ്രീം കോടതി പോകുന്നു, അവരിങ്ങോട്ട് തിരിച്ചു ആവുന്നു, ജഡ്ജ് അത് പറയുന്നു. ഇതാണ് ഫുൾ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ചർച്ച. അത് ശരിയായിരുന്നുവോ അവരെ ഇതാക്കിയത്? എന്താണ് ഒരു ഡിഗ്രി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്തിനാണ് പഠിക്കുന്നത്, പഠിച്ചിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ പഠിത്തം എന്നുള്ള എന്തുകൊണ്ട് എന്താണ് എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കുറേ എന്താ പറയുക ഗിഗ് വർക്കേഴ്സിനെ ഉണ്ടാക്കുന്ന, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയുന്ന ഗിഗ് വർക്കേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ? അത് മോശമായ ജോലിയാണെന്നുള്ള നിലയ്ക്കല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചർച്ചയിലേക്കല്ല നമ്മുടെ ഇത് കൊണ്ടുവരുന്നത്. ഇപ്പം ഞാൻ ഈ പൊതുവിദ്യ ബഡ്ജറ്റിലെ ചർച്ച ഈ സൂചന വന്നപ്പോഴുണ്ടായിട്ടുള്ള ന്യൂസുകൾ ഞാൻ നോക്കി എന്തുകൊണ്ട് CPM ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു തരത്തിലുള്ള ചർച്ച. അവരിതിനു മുമ്പ് ചെയ്യാത്ത മാതിരി സ്വാശ്രയ കോളേജുകൾ അവരുടെ കാലത്ത് തന്നെയാണ്. മുണ്ടശ്ശേരിയുടെ നയം ഈ കൈക്കൂലി മേടിക്കാൻ സാഹചര്യം ഉണ്ടാക്കിയത് അവരുടെ കാലത്താണ്. അതിനുശേഷം സ്വാശ്രയം ഇത്രയും കാലം സ്വാശ്രയത്തിന് അന്ന് ഞാനൊക്കെ SFI ആയിരുന്നു ഗുരുവല്ല. ആ സമയത്ത് സമരം ചെയ്തതിനൊക്കെ എതിരായിട്ട് അവര് നയങ്ങൾക്ക് കാലാകാലമായി നടപ്പാക്കുകയാണ്. അപ്പൊ അതിനൊന്നും CPM അങ്ങനെ ചെയ്യുന്നു എനിക്ക് യാതൊരു അത്ഭുതമില്ല. CPMന്റെ പോളിസി അതാണ്. അവരാണ് സവർണ സംവരണം നടപ്പാക്കുന്നത്. അപ്പോൾ അത്തരത്തിലല്ലാതെ എന്താണ് നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഫണ്ടമെന്റൽ കാര്യത്തിൽ ഒരു തീരുമാനമില്ല. എപ്പോഴും കുറേ ഡിഗ്രികൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണത്? അങ്ങനെ ഉണ്ടല്ലോ, എന്തിനാണ് ഈ കുട്ടികൾ പഠിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഫണ്ടമെന്റലായി ചോദിക്കാൻ സാധിക്കാത്തടത്തോളം കാലം ഈ വിദ്യാഭ്യാസത്തിൽ ബ്യൂറോക്രാറ്റിക് മാനേജീരിയൽ സംവിധാനങ്ങളുടെ കീഴിൽ കോർപ്പറേറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് സംവിധാനത്തിന് വേണ്ട വർക്ക് ഫോഴ്സിനെ താഴ്ന്ന ലെവൽ മുതൽ ഉയർന്ന ലെവലിലെ വർക്ക് ഫോഴ്സിനെ ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ഇത് മാത്രമായിരിക്കും അതിൻ്റെത്. പക്ഷെ കേരളത്തിൽ അതുപോലും നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് വേറൊരു ചോദ്യം. അങ്ങനത്തെ ഒരു വർക്ക് ഫോഴ്സിനെ, ക്വാളിറ്റിയുള്ള വർക്ക് ഫോഴ്സിനെ ഉണ്ടാക്കൽ പോലും നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ മുന്നിൽ ചോദ്യമായിട്ട് ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സ്വകാര്യ സർവകലാശാലകൾ വരാൻ സാധ്യതയുണ്ട്. വരികയാണെങ്കിൽ അതിനു മുകളിൽ ശക്തമായ നിയന്ത്രണമാക്കാൻ സർക്കാർ നിയന്ത്രണം കൊണ്ടുവന്നുകൊണ്ടുള്ള തരത്തിലുള്ള സർവകലാശാല ആക്കാൻ വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ ശ്രമിക്കേണ്ടതാണ് ഒരു വശത്ത്. പക്ഷെ അതേസമയം തന്നെ അതൊരു കക്ഷി രാഷ്ട്രീയ ചർച്ചയല്ലാതെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ജ്ഞാനോൽപാദനമാണ്. എന്താണ് അറിവ് നിർമ്മാണം എന്നുള്ളത് ഏത് മേഖലയിലായാലും, എഞ്ചിനീയറിംഗ് ആയാലും മെഡിസിൻ ആയാലും സാമൂഹ്യശാസ്ത്രമായാലും എന്താണ് അവിടുത്തെ അറിവ് നിർമ്മാണത്തിൻ്റെ പ്രതിസന്ധി എന്നുള്ളതിലേക്ക് ചർച്ചകളെ വഴിതിരിച്ചു വിടേണ്ട ഉത്തരവാദിത്തം വിദ്യാർത്ഥി സംഘടനകൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. അവസാനമായി ഇതുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളെ സമീപിക്കുന്നത് തന്നെ ഞങ്ങളവിടെ BA കോഴ്സുകളുണ്ട്. സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളിൽ കേരളത്തിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നത് വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി. സയൻസ് പിന്നെ എല്ലാവരും ചോദിക്കുന്നത് എഞ്ചിനീയറിംഗ് കോഴ്സ് ഉണ്ടോ? അസീം പ്രേംജി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അസീം പ്രേംജിയുടെ വിപ്രോ എന്നുള്ള കമ്പനിയുടെ ചെയർമാൻ ആയതുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ് ഉണ്ടാവും എന്നുള്ളതാണ് എല്ലാവരും വിചാരിക്കുന്നത്. പ്രൊഫഷണൽ കോഴ്സ് ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ നോർത്ത് ഇന്ത്യയിൽ എന്നാൽ കമ്പാരിറ്റീവ്ലി ഇതിന് കൂടുതൽ താല്പര്യമുണ്ട്. അത് IAS ബന്ധപ്പെട്ടിട്ടാണ്, കുറേ IAS താല്പര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷെ കേരളത്തിൽ അങ്ങനത്തെ ഇതുകൊണ്ട് സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളെ സമീപിക്കുന്ന രീതി എഞ്ചിനീയറും മെഡിക്കൽ എഞ്ചിനീയർ എല്ലായിടത്തും ഉണ്ട്. അത് സൗത്ത് ഇന്ത്യയിൽ വ്യാപകമായിട്ടുണ്ട്, കേരളത്തിൽ പ്രത്യേകിച്ചിട്ടുമുണ്ട്. എഞ്ചിനീയറിംഗ് മെഡിസിൻ മാത്രമല്ല, ഇപ്പോൾ MBA അങ്ങനത്തെ മേഖലയിലുള്ള ഇതിൽ അത് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു സാമൂഹ്യശാസ്ത്ര ധാരണയും ആവശ്യമില്ല എന്നുള്ള എല്ലാ IITകളും തുടങ്ങിയപ്പോൾ അവിടെ ആർട്സ് ഡിപ്പാർട്ട്മെന്റ് പേരിനെങ്കിലും ഫലപ്രദമൊന്നുമല്ല. അവരെയും എല്ലാ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളും IITകളിൽ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ഇപ്പോൾ ഐസർ എന്ന് പറയുന്ന സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഏതാനും സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളെങ്കിലും പഠിക്കണം അവരുടെ കോഴ്സിൽ. നമ്മുടെ ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഞാൻ എഞ്ചിനീയറിംഗ് 4 കൊല്ലം പഠിച്ച് ഒരു സാമൂഹ്യശാസ്ത്ര വിഷയം പഠിക്കേണ്ട കാര്യമേ ഇല്ല, സിലബസിലേ ഇല്ല. അപ്പോൾ അത്തരമൊരു സാമൂഹ്യശാസ്ത്രത്തിനെ കുറിച്ചുള്ള ധാരണ അതൊരു BA കോഴ്സ് പഠിക്കുക, എന്തെങ്കിലും B.Ed ചെയ്യുക, ഒരു അധ്യാപകനാവുക, അയാൾ പഠിപ്പിക്കുക, വീണ്ടും B.Ed ചെയ്യുക, അധ്യാപകനാവുക. ഇതാണ്
BA കോഴ്സുകൾ കൊണ്ടുള്ള ഏക ഗുണം ആൾക്കാർ കണ്ടിട്ടുള്ളത്. അപ്പോൾ പ്രാഥമികമായി ഇൻസ്റ്റിറ്റ്യൂഷണലായി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്താണ് അറിവുൽപാദനം എന്നുള്ളതിലേക്ക് ഈ ചോദ്യത്തെ നമ്മൾ അത് കൂടി ഉന്നയിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ഇന്നത്തെ ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പുനർചിന്തനം സാധ്യമാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.